അപ്പോൾ ഇന്ന് നമ്മൾ കൂടൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. കോഴികളെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കരുതുന്നുണ്ട്, ഭയങ്കര ഡേർട്ടി ആയിട്ട് കിടക്കുകയാണ്. കണ്ടി നിങ്ങൾ അതൊന്ന് അടിഭാഗമൊക്കെ ഒന്ന് വലിച്ചു കൂട്ടുകയാണ്. ഇങ്ങനെ നമുക്ക് അതൊരു സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ എന്താ വെച്ചാൽ ഇത് വളമാണ് കേട്ടോ. അത് നമുക്ക് തെങ്ങിൻ്റെ ചോട്ടും പിന്നെ മറ്റ് കഴുകിൻ്റെ ചോട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ വളങ്ങളാണ്. ഇത് നല്ല മണ്ണിലൊക്കെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ വേറെ കരിലിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ചാണകപ്പൊടിയൊക്കെ കൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, തെങ്ങിന് അങ്ങനും മറ്റു മരങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. എപ്പോഴും ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ പ്രോപ്പർ മാസ്ക് ഇടുക. അപ്പോൾ നമ്മളെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 1-2 സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൂട് തുടങ്ങിയെന്ന് ഞങ്ങൾ ഇതേപോലെ ഹാങ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് 2-3 വെള്ളത്തിൻ്റെ പാത്രം. പിന്നെ ആ സമയത്ത് പിന്നെ തുടക്കമായതുകൊണ്ട് തന്നെ പൊരിഞ്ഞിരിക്കുന്ന കോഴികളോ അതുപോലെ വിരിഞ്ഞിടക്കുന്ന കോഴികളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 1-2 പാത്രങ്ങൾ അങ്ങനെ അവർക്കൊരു സെപ്പറേറ്റ് കൂടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ച് കൊടുക്കും. കാരണം വെച്ചാൽ അവരങ്ങനെ അധികം പുറത്തേക്ക് വിടാറില്ല. പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ കൂട് ഓപ്പൺ ആയാലും മറ്റു കോഴികൾ അതിൽ കയറിയിട്ട് മുട്ട കൊത്തി പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അതിൽ കയറി കിടക്കുക എന്തെങ്കിലും ചെയ്യും. ഇത് നമ്മളിപ്പോൾ ഒരു തട്ട് ഉണ്ടാക്കിയതായിട്ട് 2 ലെയറിലൊരു തട്ട് ഇപ്പം ഉണ്ടാക്കിയതാണ് കോഴികൾക്ക് പൊരുന്നി നിൽക്കാനായിട്ട്. ഇപ്പോൾ അവർ ഇങ്ങനെയുള്ള വട്ടപാത്രത്തിലും മറ്റ് തക്കാളി പെട്ടികളിലൊക്കെയാണ് ഇപ്പോൾ അവർ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 1-2 കൂടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവർ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പൊരുത്തിനിരുത്താൻ പറ്റും. പിന്നെ ഇതാണ് നമ്മളെ വളർന്നു വരുന്ന യുവരാജാവ്. ഓക്കെ, ഇപ്പോൾ പൊരിഞ്ഞ് നിൽക്കുന്ന 2 കോഴികളാണ്. ഇപ്പോൾ ആ തട്ടുണ്ടാക്കിയ 2ലും ഇതിരങ്ങൾ നമുക്ക് കിടത്തണം. ഇപ്പോൾ കൂടെ ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത് കേട്ടോ. ചെറിയൊരു കുണ്ടും കുഴിയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ചെറിയ ചെറിയ മരങ്ങളുണ്ടായിരുന്നു ആദ്യം. വാഴയുടെ തൈയും മറ്റ് എന്തൊക്കെയോ 2-3 ചെറിയ തൈകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ തിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുഴിയായതാണ്. ഇനിയിപ്പോൾ അത് മണ്ണിട്ട് നിറക്കാൻ തോന്നുന്നില്ല, കാരണം അവിടെ ഇങ്ങനെ ചകഞ്ഞാണ് അവർ ചെതലുകളൊക്കെ കഴിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.